ഇപ്പോൾ ഡെങ്കിപ്പനികൾ സാധാരണ കണ്ടുവരുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഒരു ചൂട് കാലം കഴിഞ്ഞ് ഇടയ്ക്ക് മഴ പെയ്യുക. ഈ ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് സാധാരണഗതിയിൽ കൊതുകുകൾ പെറ്റുപെരുകുന്നതിനുള്ള ഒരു കാര്യം നമ്മൾക്ക് ഉണ്ടായി കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ പെറ്റുപെരുകുന്ന കൊതുകുകൾ എസ്പെഷ്യലി ഈഡീസ് ഈജിപ്റ്റി നമുക്ക് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നതിനുള്ള ഒരു കൊതുകാണ്. ആ കൊതുക് ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അണുക്കൾ ശരീരത്തിൽ കയറി ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് രക്തത്തിൽ കലർന്ന് രക്തത്തിൻ്റെ പല സ്ഥലത്തും ഇത് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പ്രധാനമായിട്ടുണ്ടാകുന്ന വളരെ കാഠിന്യമായ പനി, ദേഹത്ത് വേദന, തൊണ്ടവേദന, ശരീരത്തിൽ ജോയിൻസിൽ പെയിന്, അതുപോലെ തന്നെ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ കാര്യങ്ങളാണ് ഡെങ്കുവിനുണ്ടാകുന്നത്. ഡെങ്കുവിൻ്റെ ഈ ഉണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് 3 തരമായിട്ട് ഡെങ്കുവിനെ തിരിക്കാം. ഒന്ന്, ക്ലാസിക് ഡെങ്കു, വെറും പനി മാത്രം വന്ന് രോഗി പരിപൂർണമായിട്ട് സുഖം പ്രാപിക്കും. ഇതിന് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം ഡെങ്കു ഹെമറാജിക് ഫീവർ, അതായത് ശരീരത്തിലൊക്കെ ബ്ലഡ് പാടുകൾ കണ്ട് അകത്ത് രക്തസ്രാവമൊക്കെ ഉണ്ടായി. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഡെങ്കു ഹെമറാജിക് ഫീവർ എന്ന് പറയുന്നത്. പിന്നെ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. ശരീരത്തിലുള്ള ജലം നഷ്ടപ്പെട്ട് നമുക്ക് ഹൈപ്പോ ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടെണ്ണം, അതായത് ഡെങ്കു ഹെമറാജിക് ഫീവർ, ഡെങ്കു ഷോക്ക് സിൻഡ്രോം വളരെ മാരകപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടുന്നത്. ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുള്ള മാത്രമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ക്ലാസിക്കൽ ഡെങ്കു ഫീവർ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രോഗി ഒബ്സർവ് ചെയ്തിട്ടാൽ മതി. ഡെങ്കു ഹെമറാജിക് ഫീവർ, ഡെങ്കു ഷോക്ക് സിൻഡ്രോം, ഇതിൽ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ടുള്ള ചില 1-2 നമുക്ക് സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസാണ് വിട്ടുമാറാത്ത പനി, ഛർദി, രക്തസ്രാവം ഉണ്ടാകുക, വയറുവേദന. ഇതൊക്കെ വരുമ്പോൾ ഈ ക്ലാസിക് ഡെങ്കു ഫീലിലുള്ള രോഗി സാധാരണഗതിയിൽ ഡെങ്കു ഹെമറാജിക് ഫീവറിലോട്ട്, ഡെങ്കു ഷോക്ക് സിൻഡ്രോമിലോട്ട് പോകാൻ സാധ്യതയുള്ളത്. പ്രധാനപ്പെട്ട ഡെങ്കു വരാതിരിക്കാനുള്ള കാര്യം പരിസര ശുചീകരണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊതുകുകളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത്, കൊതുകുകളുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇതിന് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വെള്ളമെല്ലാം മാറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇതിനൊരു വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.